വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടുള്ള NSSനെ കുറിച്ചാണ്. NSSന്റെ പൂർണ്ണ രൂപം എന്താണ്? നായർ സർവീസ് സൊസൈറ്റി, അല്ലെ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. ഇപ്പൊ കേരളത്തിൽ മാത്രമൊന്നുമല്ല, അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിലൊക്കെ NSS അതിന്റെ പ്രാതിനിധ്യം തെളിയിക്കുന്നുണ്ട്. അപ്പോ ഈ NSS എന്ന് പറയുന്ന സംഘടന രൂപപ്പെടാൻ കാരണമായിട്ടുള്ള സന്ദർഭം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ പകുതി ആയപ്പോഴേക്കും നായർ സമുദായം സാമൂഹികമായിട്ട് വളരെയധികം പിന്തള്ളപ്പെട്ടു എന്നാ പറയണത്. അതിന് കാരണമുണ്ട്. ഒന്ന്, സാമ്പത്തികപരമായിട്ട് വളരെയധികം അധപതിച്ചു അവര്, അതായത് ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർക്കൊരു എന്താ പറയാ സംഘടന ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരൊരു അസംഘടിത വിഭാഗമായിട്ട് മാറി നിൽക്കുക ചെയ്തത്. കൂടാതെ പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഫോളോ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു നായർ സമുദായത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇപ്പൊ അങ്ങനെയുള്ള എന്താണ് നമുക്കറിയാലോ, പുടവ കൊടുക്കല്, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി, അങ്ങനെ കുറേയധികം അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ സിസ്റ്റം ഉണ്ടായതിന്റെ പിന്നില്, ഈ സിസ്റ്റം ഉണ്ടായതോടുകൂടി, അല്ലെങ്കിൽ ഈ സിസ്റ്റം നിലനിൽക്കുന്നത് കാരണം കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സമുദായത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആര് വരണേ? ചട്ടമ്പി സ്വാമി വരണേ. അദ്ദേഹം നായർ സമുദായത്തിലാണ് ജനിക്കണേ. നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്നാണ് വിളിക്കണേ. അദ്ദേഹം നായർ സമുദായത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ, ഇപ്പൊ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പുടവ കൊടുക്കല്, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി, അതിനെതിരെയൊക്കെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിന്റെ പരിണിത ഫലമായിട്ട് ചെറിയ ചെറിയ സംഘടനകളൊക്കെ രൂപപ്പെട്ടു. അതിന്റെ എക്സാമ്പിൾ ആണ് മലയാളി സഭ എന്ന് പറയുന്ന ഒരു സംഘടന. അതിനുശേഷം പിന്നെ കേരളീയ നായർ സമാജം എന്ന് പറയുന്ന സംഘടന. ഇതൊക്കെ ഫോം ചെയ്തു വെച്ചാലും ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവരുടെ വാർഷിക സമ്മേളനങ്ങൾ വെറുതെ നടത്തി എന്നല്ലാണ്ട് സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് ഇവരൊന്നും ചെയ്യുന്നുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോ 14 യുവാക്കൾ ചേർന്ന് 1090, അതായത് കൊല്ലവർഷം 1090 തുലാമാസം 15-ാം തീയതി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വർഷം പറയുകയാണെങ്കിൽ 1914 ഒക്ടോബർ 31-ന് 14 യുവാക്കൾ ചേർന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. ആരുടെ നേതൃത്വത്തിൽ? നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ. അങ്ങനെ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സംഘടന രൂപീകരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും അങ്ങനെ അവര് എന്താണ് ഈ നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ 31. അത് മലയാളമാണ് പറയണേച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലവർഷ പറയണേച്ച 1090 തുലാം 15 ഇതിന് ഇവരെ പ്രേരിപ്പിച്ചത് 1905 നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. അതേ മാതൃകയിലാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അല്ലെങ്കിൽ ഭാരത സേവാ സംഘത്തിന്റെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി കേരളത്തിൽ അവര് ആരംഭിക്കണേന്ന് മനസ്സിലാക്കാട്ടോ. അങ്ങനെ നായർ സർവീസ് സൊസൈറ്റി 14 യുവാക്കൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അങ്ങനെ ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ സ്ഥാപനത്തോടുകൂടി അവർ ആ സംഘടന ആരംഭിക്കുകയാണ്. അങ്ങനെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചുവെങ്കിലും മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള, അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, കളത്തിൽ വേലായുധൻ നായർ തുടങ്ങിയ പ്രധാന പ്രമാണികൾ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള ഉണ്ടായിരുന്നു, അമ്പലപ്പാട്ട് ദാമോദരൻ നായർ ഉണ്ടായിരുന്നു, കളത്തിൽ വേലായുധൻ നായർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ NSSന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മന്നത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 1914 ഒക്ടോബർ 31 രൂപീകരിച്ചപ്പോൾ ഇത് NSS എന്നുള്ള പേരിലായിരുന്നില്ല. അതിന്റെ പേര് നായർ ഭൃത്യജന സംഘം എന്ന പേരിലായിരുന്നു. എന്താണ്? നായർ ഭൃത്യജന സംഘം. അങ്ങനെ നായർ ഭൃത്യജന സംഘം എന്ന് പേരിടാം ഈ സംഘടനയ്ക്ക് എന്ന് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ എന്ന് പറയുന്ന ആളായിരുന്നു. കപ്പന കണ്ണൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലാണ് നായർ ഭൃത്യജന സംഘം എന്നീ സംഘടനയ്ക്ക് പേരിട്ടത്. അതിനുശേഷം പിന്നീട് ഇത് നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറ്റിയത്, അല്ലെങ്കിൽ ആ പേര് നിർദ്ദേശിച്ചത് പരമുപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്കിത് മാറ്റാം, നായർ ഭൃത്യജന സംഘം മാറ്റിയിട്ട് നായർ സർവീസ് സൊസൈറ്റി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പോലെ നായർ സർവീസ് സൊസൈറ്റി എന്ന പേരാക്കാന്ന് പരമുപിള്ള പറയാണ്.
അങ്ങനെ നായർ വൃത്തിജന സംഘത്തെ നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം 1915 ജൂലൈ 11 ചെയ്യാണ്. 1915 ജൂലൈ 11. പക്ഷെ 1915 ജൂലൈ 11 NSS രൂപീകൃതമായെങ്കിലും ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത് 1925 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത് എന്നാണ് 1925 രജിസ്റ്റർ ചെയ്തത് എന്ന് മനസ്സിലാക്കാം. ഇനി NSSന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ NSSന് പേരുണ്ട്. അപ്പൊ NSSന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? മലയാളി സഭ എന്ന് പേരുണ്ട്, കേരളീയ നായർ സംഘടന എന്നൊക്കെ NSSന് പേരുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ NSS എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ട് അതിന് ആദ്യത്തെ ഒരു അധ്യക്ഷൻ വേണമല്ലേ? അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ KK എളപ്പനായിരുന്നു. മന്നത്ത് ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ മന്നത്ത് പത്മനാഭൻ ആദ്യത്തെ സെക്രട്ടറിയും KK എളപ്പന ആദ്യത്തെ പ്രസിഡന്റുമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതായത് മന്നത്ത് പത്മനാഭൻ എന്ന NSSന്റെ അധ്യക്ഷ പദവിയിലെത്തിയ മന്നത്ത് പത്മനാഭൻ എന്ന NSSന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1945 മന്നത്ത് NSSന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയത്. അപ്പൊ NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് KK എളപ്പനും ആദ്യത്തെ സെക്രട്ടറി മന്നത്തുമാണ്. മന്നത്ത് NSSന്റെ പ്രസിഡന്റ് ആയത് 1945. ഇനി ഈ NSSന്റെ ആദ്യത്തെ ട്രഷറർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനങ്ങാട്ട് കേശവ പണിക്കറാണ്. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് പറഞ്ഞേ? മന്നത്ത് പത്മനാഭൻ. ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് പറഞ്ഞേ? KK എളപ്പൻ. ആദ്യത്തെ ട്രഷറർ ആരാന്ന് പറഞ്ഞേ? പനങ്ങാട്ട് കേശവ പണിക്കർ. എന്നാണ് മന്നത്ത് NSSന്റെ പ്രസിഡന്റ് ആയെന്ന് പറഞ്ഞത്? 1945. ഇനി NSSനെ കുറിച്ച് പറയുമ്പോൾ NSS നമ്മൾ SNDP പറഞ്ഞ പോലെ തന്നെ ഇവരെ സാമൂഹികമായും സമുദായത്തെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വളർത്തുക, അതുപോലൊക്കെ തന്നെ പല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ സ്ഥാപിക്കുക എന്നുള്ളത് NSSന്റെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ NSS ആദ്യമായിട്ട് ഒരു സ്കൂൾ സ്ഥാപിക്കാട്ട് കോട്ടയം ജില്ലയിലെ കറുകച്ചാലില്. അതിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ KK എളപ്പനായിരുന്നു. അപ്പൊ NSS ആദ്യമായിട്ട് ഇവിടെ സ്കൂൾ സ്ഥാപിച്ച കോട്ടയം ജില്ലയിലെ കറുകച്ചാലാണ്. സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? KK എളപ്പനായിരുന്നു. സ്കൂളും കഴിഞ്ഞ് NSS പിന്നെ കോളേജ് സ്ഥാപിച്ചു. അങ്ങനെ ചങ്ങനാശ്ശേരിയിലെ NSS ഹിന്ദു കോളേജ് 1947 നിലവിലാണ്. ചങ്ങനാശ്ശേരിയിലെ കോളേജ്. അതിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു? TK നാരായണ അയ്യരായിരുന്നു. ആരാണ്? TK നാരായണ അയ്യർ. അപ്പൊ KK എളപ്പൻ സ്കൂളിന്റെ NSSന്റെ ആദ്യത്തെ സ്കൂളിലെ കറുകച്ചാലിലെ ആദ്യത്തെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ TK നാരായണ അയ്യർ NSSന്റെ ആദ്യത്തെ കോളേജായ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ ആണ് TK നാരായണ അയ്യർ എന്നും നമ്മൾ ഓർത്തു വെക്കാം. ഇനി ഇത് കൂടാണ്ട് NSS ഒരു ആശുപത്രി ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്താണ്. NSSന്റെ ആദ്യത്തെ ആശുപത്രി എവിടെ സ്ഥാപിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പന്തളത്താണ്. ഇത് കൂടാണ്ട് NSSന്റെ 1-2 സ്ഥാപനങ്ങൾ നമുക്ക് പഠിക്കാം. വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് ഉണ്ട്. അത് ധനുവച്ചപുരം, തിരുവനന്തപുരം ജില്ലയിൽ കേട്ടോ. വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ ധനുവച്ചപുരം. അതുപോലെ മഹാറാണി സേതു പാർവതിബായി NSS വിമൻസ് കോളേജ് തിരുവനന്തപുരത്ത് തന്നെ നീറമൺകരയിലാണ്. മഹാറാണി സേതു പാർവതിബായി NSS വിമൻസ് കോളേജ് തിരുവനന്തപുരത്ത് നീറമൺകരയിലാണ്. ഇനി പഴശ്ശിരാജയുടെ പേരിൽ NSS കോളേജ് ഉണ്ട്. അത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരാണ്. പഴശ്ശിരാജയുടെ പേരിൽ എവിടെയാണ്? കണ്ണൂര്, മട്ടന്നൂരാണ്. ഇത്രയൊക്കെ ഓർത്തു വയ്ക്കാം. ഇനി NSSന്റെ നമുക്കറിയാം ഇപ്പൊ കരയോഗങ്ങൾ ധാരാളം ഉണ്ട്. NSS കരയോഗങ്ങൾ അല്ലെ, ഓരോ പഞ്ചായത്തിലും ധാരാളം കരയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ NSS ആദ്യമായിട്ട് ഒരു കരയോഗം നടന്നത്, NSSന്റെ ആദ്യത്തെ കരയോഗം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലായിരുന്നു. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണ് NSSന്റെ ആദ്യത്തെ കരയോഗം എന്ന് ഓർക്കണം. ഇനി അടുത്തൊന്ന് ഓർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NSSന് ഒരു പാർട്ടി ഉണ്ട്. NSSന്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ പാർട്ടി തന്നെയുണ്ട്. ആ പാർട്ടിയുടെ പേര് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. എന്താ പാർട്ടിയുടെ പേര്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളത്. ഇത് ഈ പ്രാർത്ഥനാ ഗീതം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ്. ആരാണ്? പന്തളം KP രാമൻപിള്ള. ഈ പ്രാർത്ഥനാ ഗീതം ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം ഓരോ NSSൽ അംഗമായിട്ടുള്ള ആൾക്കാരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ പാടാനായിട്ട് രചിച്ച പ്രാർത്ഥനാ ഗീതത്തിന്റെ പേരാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളത്. NSSന്റെ ഉൽപ്പന്ന പിരിവിന്
NSS സമുദായത്തിൽ, നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ നായർ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളുടെയും വീടുകൾ കയറി ഇറങ്ങുമ്പോൾ പാടാനായിട്ട് പന്തളം KP രാമൻപിള്ള രചിച്ചതാണ് അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളത്. അപ്പോൾ NSSന്റെ നമ്മൾ പറഞ്ഞു NSS രൂപീകരിക്കാൻ 14 യുവാക്കളോടൊപ്പം നേതാവായിട്ട് നിന്നത് മന്നത്ത് പത്മനാഭനാണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമുണ്ട്, എൻ്റെ ദേവനും ദേവിയും NSS ആണ്, എൻ്റെ ദേവനും ദേവിയും NSS ആണ് എന്ന് പറഞ്ഞത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഒന്ന് ഓർക്കണം, 45 മാത്രമേ അദ്ദേഹം NSSന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അദ്ദേഹം ആദ്യത്തെ സെക്രട്ടറിയാണ്. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കേളപ്പനാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് പറയാനുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കണോ? മനസ്സിലാവാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.